ഉള്ളത് പറഞ്ഞാൽ എന്തിനാ വിവാദമാവുന്നത്, എന്തിനാ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ബാലേട്ടൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറായി ഗോവിന്ദ മാഷ് കാര്യം പറഞ്ഞു. ആ ക്രിസ്റ്റൽ ക്ലിയറായി ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യത്തെ വീണ്ടും ബാലേട്ടൻ്റെ വാക്ക് കടമെടുത്താൽ തീവ്രത കുറക്കാൻ വേണ്ടി പിന്നെ നിലമ്പൂർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വളരെ പ്രകടമായ ഒരു സമ്മതമാണ്. ഇനി ഒരു കാര്യം പറയാം, ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ച ശേഷം അവസാനമായിട്ട് RSSൻ്റെ വാതിലൊന്ന് കോളിംഗ് ബെല്ല് അടിച്ചു നോക്കിയതാണ്. അങ്ങനെയെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു. പക്ഷെ ഒരു കാരണവശാലും നിലമ്പൂരിലെ ജനത എടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകില്ല. ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കംഫർട്ടബിളായിട്ട് നിലമ്പൂർ ജയിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഒരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം ആങ്കർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വളരെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് പറയുന്നത് മുമ്പ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു സംശയം ഇടയില്ലാത്ത വിധമാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ സ്ഥാനാർത്ഥി വന്നിട്ട് അത് പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാഹചര്യത്തിൽ അത് ജനതാ പാർട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജനസംഘമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ പ്രകടനം. കേരളത്തിലെ എല്ലാവരും കണ്ടിട്ടുള്ളൊരു വീഡിയോ, ഒരു സംശയങ്ങൾക്കിടയില്ലാത്തും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ.